ഇത് CPMന്റെ ഏറ്റവും വലിയ ഗതികേടാണ്. ഒരു നൂലിൽ കെട്ടിയിറക്കാൻ പോലും ഒരു അണിയില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവ്. കൊച്ചിയിൽ രാഹുൽ ഗാന്ധി നയിച്ച മഹാപഞ്ചായത്ത് ജനസമുദ്രമായി മാറിയപ്പോൾ വിറളി പൂണ്ടത് പിണറായി വിജയനും കൂട്ടരുമാണ്. AKG സെന്ററിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിന്റെ ജനസമുദ്രം കണ്ട് വിറച്ചു പോയിരിക്കുന്നു. കോൺഗ്രസിന്റെ കരുത്ത് കണ്ട് ഭയന്ന CPM ഉണ്ടല്ലോ, ചടങ്ങ് അലങ്കോലമാക്കാനായിട്ട് ഒടുവിൽ ഒരു ഗതികെട്ട ബംഗാളിയെ ഇറക്കിയിരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസിനെതിരെ വിരൽ ചൂണ്ടാൻ മാത്രം അണികൾക്ക് പോലും കെൽപ്പില്ല എന്ന CPM ഇതിലൂടെ സമ്മതിച്ചിരിക്കുന്നു. മീഡിയ പാസ് പോലും വെറും 20 ചുരുക്കി അത്രയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ആ സംഗമവേദിയിൽ ആ ബംഗാളി എങ്ങനെ നുഴഞ്ഞു കയറി എന്നതും അയാൾക്ക് ആര് മയക്ക് നൽകിയെന്നതും വലിയ ചോദ്യമായി നിൽക്കുന്നു. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ രാഹുൽ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകിയപ്പോഴായിരുന്നു ബംഗാളിയുടെ കടന്നുകയറ്റം. അതവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടായതാണെന്ന് വിചാരിക്കാൻ നമ്മൾ ആരും മണ്ണൊന്നുമല്ല തിന്നുന്നത്. കേരളം വികസിച്ചു, ബംഗാൾ എന്തുകൊണ്ട് പിന്നോക്കം പോയി? ഇതായിരുന്നു ആ തൊഴിലാളിയെ കൊണ്ട് CPM ചോദിപ്പിച്ചത്. അതായത് കേരളത്തിൽ CPM ഭരണം കൊണ്ടാണ് വികസനം എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാനാണ് ആ ബംഗാളിയെ കൊണ്ട് അവർ ശ്രമിച്ചത്. ചോദിക്കുന്നത് ഒരു ബംഗാളിയാണെങ്കിലും ഉത്തരം പറയേണ്ടത് സത്യത്തിൽ AKG സെന്ററിൽ ഇരിക്കുന്നവരാണ്. കഴിഞ്ഞ 34 വർഷം ബംഗാള് ഭരിച്ച അവിടുത്തെ വ്യവസായ കേന്ദ്രങ്ങളെ കൊന്നുതള്ളിയും ജനങ്ങളെ പട്ടിണി കിട്ടതും അവിടുത്തെ തൊഴിലാളികളെ കേരളത്തിലേക്ക് നാട് കടത്തിയതും ഇതേ കമ്മ്യൂണിസ്റ്റ് ഭരണം തന്നെയാണ്. സ്വന്തം നാട്ടിൽ വികസനം മുരടിപ്പിച്ചവർ കേരളത്തിൽ വന്ന വികസനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് പരിഹാസ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളുടെ ഈ മഹാസംഗമം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ഇതുകൊണ്ട് വിറളി പൂണ്ടാണ് പരിപാടി അലങ്കോലമാക്കാൻ CPM തരം താഴ്ന്ന കളികൾ പുറത്തെടുത്തത്. ഒരു ദേശീയ നേതാവ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാൻ നോക്കിയത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭയം മൂലമാണ്. വിജയത്തിന്റെ അലയൊലികൾ CPMന്റെ ഏത് വാടക നാടകങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് കോൺഗ്രസിന് നൽകുകയാണ്. മഹാപഞ്ചായത്തിന്റെ വിജയം കേരളത്തിലെ ഓരോ വാർഡുകളിലും ഇനിയൊരു മാറ്റത്തിന്റെ കാഹളം മുഴക്കും. അഴിമതിയിലും അഹങ്കാരത്തിലും മുങ്ങിയ പിണറായി സർക്കാരിനുള്ള മരണമണിയായിട്ട് ഈ ജനമുന്നേറ്റം മാറും. വാടകയ്ക്ക് ആളുകളെ ഇറക്കി പരിപാടി പൊളിക്കാൻ നോക്കുന്ന CPMനോട് ഒന്നേ പറയാനുള്ളൂ: ജനപ്രതിനിധികളുടെ ഈ കരുത്ത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളെ തച്ചുടച്ചിരിക്കും. കേരളം ഇനി കോൺഗ്രസിനൊപ്പമായിരിക്കും. ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി രാഹുൽ ഗാന്ധി നടത്തിയ മഹാപഞ്ചായത്ത് പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ജയിച്ചു കയറിയ ജനപ്രതിനിധികളുടെ ആവേശക്കടൽ കണ്ട ഭയന്ന CPM ഒടുവിൽ അറ്റകൈ പ്രയോഗത്തിന് ഇറങ്ങിയിരിക്കുന്നു. അതായിരുന്നു മഹാപഞ്ചായത്തിൽ ബംഗാളിയെ കൊണ്ടിറക്കിയത്. കേരളത്തിൽ കോൺഗ്രസിനെ നേരിടാൻ CPMന്റെ കയ്യിൽ ഇന്ന് ആയുധങ്ങളില്ല, അണികളുമില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ തടയാൻ ബംഗാളിൽ നിന്നും ഒരാളെ ഇറക്കേണ്ടി വന്നത്. ഇത് CPMന്റെ ഗതികേട് തന്നെയാണ്. സ്വന്തം പാർട്ടിക്കാരെ ഇറക്കിയാൽ ജനം തിരിച്ചറിയുമെന്ന ഭയം. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേരളത്തിലെ സാധാരണക്കാരുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയിരിക്കുകയാണ്. ആ വികാരം കെടുത്താൻ ഒരു വാടക ബംഗാളിക്കും സാധിക്കില്ല. കൊച്ചിയിൽ ഉയർന്ന ആവേശം കേരളത്തിലെ 10,000-കണക്കിന് വാർഡുകളിലും അലയടിക്കും. ജനപ്രതിനിധികളെ ചേർത്ത് പിടിച്ച കോൺഗ്രസ് നടത്തുന്ന ഈ പടയോട്ടം പിണറായി ഭരണത്തിന്റെ അന്ത്യം കുറിക്കാനുള്ളതാണ്.